ഇന്ത്യയിൽ നിന്ന് തന്നെ ലോകമറിയുന്ന രണ്ട് മിടുക്കരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് സിദ്ധാർത്ഥ് വരദരാജനും അതേപോലെ കരൺ താപ്പർ. ഈ രണ്ടുപേരും ഇപ്പോൾ ദ വയർ എന്ന പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. സിദ്ധാർത്ഥ് വരദരാജൻ ഒരു US പൗരനാണ്. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലാണ് ദ വയർ ഉള്ളത്. കരൺ താപ്പർ അവിടുത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 14-ാം തീയതി ഇവർക്കൊരു നോട്ടീസ് കിട്ടുന്നു ദ വയറിൽ. അതൊരു പോലീസിൽ വന്നിട്ടുള്ള കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് 1915 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള ഗുവാഹത്തിയിലെ പാൻ ബസാറിലെ ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ ഇവരോട് ഹാജരാകണം എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മ്യാൻമറിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിലേക്കുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ആ സ്റ്റേഷൻ നിൽക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഭരിക്കുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നുകൊണ്ട് നരേന്ദ്രമോദിയെ പോലും തീവ്രവാദി എന്നിവരെ വിളിക്കുകയും ചെയ്തിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പിന്നീട് രാഹുലിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി മാറുകയും പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോഴാണ് രാഹുൽ എനിക്കും തന്നത് എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്ന ആരോപണമുള്ള ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഒരുപക്ഷെ RSSകാരനേക്കാളോ BJPക്കാളൊക്കെ കൂറ് കാണിക്കുന്ന ഒരാളാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിന് ഇവരോട് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആ കേസ് നിസ്സാരമായ കേസല്ല. 152A എന്ന് പറയുന്ന സെഡീഷൻ ചാർജസ് ആണ്. എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. ഈ രാജ്യദ്രോഹ കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ളവരുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ഗാന്ധിജിയുണ്ട്. ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കഥകളിലേക്കൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് ഇപ്പോൾ വില്ലന്മാരായി നിൽക്കുന്ന ഈ കരൺ താപ്പറിൻ്റെ ഒരു പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആ പഴയ ഫ്ലാഷ് ബാക്ക് ഇതാണ്. 2007 ഒക്ടോബറിൽ അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് CNN IBNൻ്റെ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്ന കരൺ താപ്പർ ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യമേ തന്നെ കരൺ താപ്പർ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ തന്നെ നരേന്ദ്രമോദി അസ്വസ്ഥനാവുന്നത് നമുക്ക് കാണാം. കാരണം ഇതൊരു വിചിത്രമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻ്റർവ്യൂ 3 മിനിറ്റും 23 സെക്കൻഡും കൊണ്ട് അവസാനിക്കുന്നത് നമ്മൾ കാണുന്നതെന്ന് ആദ്യമായിട്ടാണ്. അതിൽ തന്നെ 2 മിനിറ്റും 39 സെക്കൻഡ് കഴിയുമ്പോൾ മൈക്കൂരി ഈ കരൺ താപ്പറിന് കൊടുക്കുന്നുണ്ട് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ആ 3 മിനിറ്റും 2 മിനിറ്റും 39 സെക്കൻഡും കഴിയുമ്പോൾ തന്നെ അക്ഷമനാകാനും അത് വളരെ ഇൻടോളറൻ്റ് ആകാനും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം ഇതാണ്: രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷനാണ് ഗുജറാത്തിൽ നടക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരൺ താപ്പർ തൻ്റെ ചോദ്യം ഉന്നയിക്കുന്നത്. അത് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ ടുഡേ 2 തവണ ഏറ്റവും നല്ല ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ് കണ്ടെത്തുകയും നരേന്ദ്രമോദി നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് ആളുകൾ നിങ്ങളെ വിളിക്കുന്നത് മാസ് മർഡറർ എന്നാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊലകൾ നടത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ്. ഡു യു ഹാവ് ആൻ ഇമേജ് പ്രോബ്ലം? നിങ്ങൾക്കൊരു ഇമേജ് പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉടനെ കുറേ ആളുകൾ എന്ന് പറഞ്ഞതിനെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്യുന്നത്. എനിക്കറിയില്ല അങ്ങനെ കുറേ ആളുകളുണ്ടോ എന്ന്. പബ്ലിക് അങ്ങനെ വിചാരിക്കുന്നില്ല. പകരം 2-3 ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 2-3 ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് തൊടുത്തുവിടുകയാണ് കരൺ താപ്പർ ചെയ്യുന്നത്. ആ ചോദ്യം ഇതാണ്: സുപ്രീം കോർട്ട് സെപ്റ്റംബർ 2003 ഗുജറാത്ത് ഗവൺമെൻറ്റിനുള്ള ഫെയ്ത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നു. ഏപ്രിൽ 2024 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു ഓപ്പൺ കോർട്ടിൽ ഒരു പരാമർശം നടത്തുന്നുണ്ട്. യു ആർ ലൈക്ക് എ മർഡറർ, നിങ്ങളൊരു മർഡറെ പോലെയാണ് എന്ന് പറയുന്നു. അടുത്തത് പോയി ചോദിക്കുന്നു: ഹെൽപ്ലെസ് ആയ കുട്ടികളെയും നിസ്സഹായരായി പോയ കുട്ടികളെയും നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. ഉടനെ നരേന്ദ്രമോദി തിരിച്ചു ചോദിക്കുന്നു: കോടതി വിധികളൊന്നെടുത്ത് വായിച്ചു നോക്കൂ, അതിലങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരാമെന്ന് പറയുന്നു. അപ്പോൾ കരൺ താപ്പർ പറയുന്നു അതിലങ്ങനെ ഇല്ല, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഓപ്പൺ കോർട്ടിൽ നടത്തിയിട്ടുള്ള റെഫറൻസ് ആണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇമേജ് പ്രോബ്ലം ഉണ്ടോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. ഈ ചോദ്യം കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് ആഘോഷിച്ചോളൂ, കരൺ താപ്പറിനെ പോലുള്ള ജേർണലിസ്റ്റുകൾക്ക് ഞങ്ങൾ വിട്ടുതരുന്നു എന്ന് പറയുന്നു. പിന്നെയും അടുത്ത ചോദ്യത്തിലേക്ക് കരൺ താപ്പർ കിടക്കുമ്പോൾ 2 മിനിറ്റും 39 സെക്കൻഡ് കഴിയുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്വന്തം മൈക്കൂരാൻ തുടങ്ങുന്നു. അദ്ദേഹം പറയുന്നു എനിക്ക് റെസ്റ്റ് വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നു. ആ വെള്ളം അദ്ദേഹം മേടിച്ച് കുടിക്കുന്നതിനിടയിൽ, കുടിക്കാൻ പോകുന്ന ആ ഗ്യാപ്പിനിടയിൽ
അദ്ദേഹം മൈക്കൂരി കരൺ താപ്പറിലേക്ക് കൊടുക്കുന്നു. കരൺ താപ്പർ അപ്പോഴും ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നില്ല. കരൺ താപ്പർ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. ഉടനെ നരേന്ദ്രമോദി പറയുന്നു, ഞാനൊരു ഫ്രണ്ട് എന്നെ കാണാൻ വരുന്നു എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത്, പക്ഷേ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, നേരെ ആ ഇന്റർവ്യൂ നിർത്തുന്നു. അങ്ങനെ ലോകത്തിന്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ 3 മിനിറ്റും 23 സെക്കൻഡും കൊണ്ട് അവസാനിക്കുന്നു. അതിൽ തന്നെ ബാക്കിയുള്ള സമയം കരൺ താപ്പർ സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ 2 മിനിറ്റും 39 സെക്കൻഡും കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം നമുക്കറിയാം 2002 നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രിയായി മാറുന്നത്. അതിനുശേഷം 2014 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് അന്ന് വില്ലനായിരുന്ന നരേന്ദ്രമോദിയും അതുപോലെ നായകനായിരുന്നത് കരൺ താപ്പറുമാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്ന 2025 കരൺ താപ്പറിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുന്നു. നായകനായി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ എന്ന് പരിശോധിക്കുമ്പോൾ ലോകത്തെവിടെയും ഡിഫീറ്റിസം എന്ന് പറയുന്ന പരാജയവാദം ഉന്നയിക്കുന്ന ആളുകളെയൊക്കെ തന്നെ, അതായത് ഗവൺമെൻറ് പരാജയപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സെഡീഷനുകൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ കേസിൽ എന്താണ് ഇതിന് കാരണമായിട്ടുള്ള സംഗതി എന്ന് ചോദിച്ചാൽ വൈറൽ വരുന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത ഇന്ത്യയിലേക്ക് ചില ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ വാർത്ത അവർ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ആ കോട്ട് ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ നേവൽ അറ്റാഷെ ആയിട്ടുള്ള ക്യാപ്റ്റൻ ശിവകുമാർ ജക്കാർത്തയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് ചില ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടുവെന്നും ഇന്ത്യൻ ഭരണകൂടത്തിന് അതിൽ ചില പിഴവുകൾ പറ്റി എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശിവകുമാർ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം ശിവകുമാറിന് ശേഷം ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള അനിൽ ചൗഹാൻ തന്നെ ബ്ലൂംബെർഗിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലും അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ഭരണകൂടം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ ചെറിയ തിരിച്ചടികൾ ഉണ്ടായാൽ പോലും ഡിഫീറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പരാജയവാദത്തെ തന്നെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഇത് ഇവിടെ മുതൽ തുടങ്ങിയതല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ കേസിൻ്റെ ഈ സെഡീഷൻ എന്ന് പറയുന്ന ചാർജ് ഏറ്റവും ആദ്യം അത് 124A ആയിരുന്നു. ഇപ്പം അത് BNSൽ 152 ആയതിൻ്റെ ചരിത്രം നമ്മൾ അറിയണം. അതുകൂടാതെ ലോകത്തിൽ നാസി ഭരണകൂടം മുതൽ നിരവധി ഭരണകൂടങ്ങൾ ഇത് ഉപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് കൂടി അറിയാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി 1860കളിലാണ് ഏറ്റവും ആദ്യമായി പീനൽ കോഡ് ഉണ്ടാക്കുന്നത്. തോമസ് ബാബിങ്ടൺ മെക്കാളെ എന്ന് പറയുന്ന ഒരാൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പീനൽ കോഡ് ഉണ്ടാക്കുന്നു. അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത് 1870 ഇതിലൊരു ഭേദഗതി വരുത്തുന്നു. ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഭേദഗതി വരുത്തുന്നു. ആ ഭേദഗതിയോട് കൂടിയാണ് ഇത്തരത്തിൽ രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ഇന്ത്യയിലേക്ക് വരുന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞത് 124A എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാകുന്നത്. ഈ നിയമത്തിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ബാലഗംഗാധര തിലകൻ മുതൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന MK ഗാന്ധി വരെ, നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശിക്ഷിക്കപ്പെട്ടത് 124Aയുടെ കാര്യത്തിൽ 1922 മഹാത്മാഗാന്ധി ശിക്ഷിക്കപ്പെടുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സെക്ഷൻ 124A അണ്ടർ വിച്ച് ഐ എം ഹാപ്പിലി ചാർജ്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 124A എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ കീഴിൽ ഞാൻ സന്തോഷപരമായി കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തെ നിങ്ങൾ അറിയേണ്ടത് 6 കൊല്ലത്തേക്കുള്ള തടവിന് വേണ്ടി ശിക്ഷിക്കുന്നുണ്ട്. ആ തടവിന് വേണ്ടി ശിക്ഷിക്കുമ്പോഴും കൃത്യമായി മഹാത്മാഗാന്ധി പറയുന്ന ഒരു കാര്യം, ഈ IPC ഡിസൈൻ ടു സപ്രസ് ദ ലിബർട്ടി ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. അതായത് സാധാരണ സിറ്റിസൺസിൻ്റെ ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിയമം വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഗാന്ധിജി ശിക്ഷിക്കപ്പെട്ടിട്ടും പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായിട്ടും നമ്മൾ ആ നിയമം മാറ്റിയില്ല. ആ നിയമം നമ്മൾ 124A തന്നെ കൊണ്ടു നടന്നു. 1962 കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഉണ്ടാകുന്നു. 1955 ബൽവന്ത് സിംഗ് അതുപോലെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഉണ്ടാകുന്നു. ആ ബൽവന്ത് സിംഗ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൻ്റെ വിധിയിൽ ഇതൊരു റീസണബിൾ റെസ്ട്രിക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അവസാനിപ്പിക്കുന്നതെങ്കിൽ 2021 വലിയൊരു റിട്ട് പെറ്റീഷൻ തന്നെ കോടതിയുടെ മുമ്പിലേക്ക് വരുന്നു. അത് രണ്ട് ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് കൊടുക്കുന്നത്. അവരുടെ മുമ്പിൽ ഈ കോടതി തന്നെ പറയുന്നു ഇതൊരിക്കലും ഈ പറയുന്ന പോലെ നോട്ട് അറ്റ് ഓൾ
റീസണബിൾ റെസ്ട്രിക്ഷൻ അല്ല, ഇതൊരു നോട്ട് എ റീസണബിൾ റെസ്ട്രിക്ഷൻ, ഇതൊരു ന്യായമായ നിയന്ത്രണമല്ല ഇതുകൊണ്ടുണ്ടാകുന്നത് എന്ന് കോടതി പറയുന്നു. ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോഴാണ് അടുത്ത തമാശ. ഇത് ഗവൺമെൻറ് പറയുന്നു ഞങ്ങളിത് പുനഃപരിശോധിക്കാമെന്ന് പറയുന്നു. അപ്പോൾ 124A യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് 3 കൊല്ലത്തെ തടവ് മുതൽ ഫൈൻ ഈടാക്കാവുന്ന ചില പ്രൊവിഷൻസ് വരെ ഉണ്ടായിരുന്നു. ജീവപര്യന്തം വരെ ഉള്ള തടവാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ആ നിയമം മാറ്റിക്കൊണ്ട് BNSലേക്ക് വന്നപ്പോൾ 152A എന്ന് പറയുന്ന ഒരു പുതിയ നിയമം വരുന്നു. ആ പുതിയ നിയമത്തിൽ ഏറ്റവും കുറഞ്ഞ തടവ് 7 കൊല്ലം മുതൽ ജീവപര്യന്തം വരെയായി മാറുന്നു. ഫൈൻ ഈടാക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ലാതാകുന്നു. ഫൈൻ മാത്രം അടച്ചുകൊണ്ട് ആളുകൾക്ക് ഒഴിവാക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാതാകുന്നു. കൂടാതെ ഫൈനും കൂടി വേണമെങ്കിൽ അടക്കാം എന്ന് പറയുന്ന പ്രൊവിഷനുകളിലേക്ക് ഈ നിയമത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ചെയ്തത് എന്ന് നമ്മൾ അറിയണം. 2022 BNSലെ 152 വകുപ്പ് വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരടങ്ങുന്ന ഒരു സംഘമാണ്. പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്നയാൾ, രാജീവ് ധവാൻ, കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്ന അരുൺ ഷൂരി നിങ്ങൾ ഓർക്കണം. വാജ്പേയി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തുന്നു. കോടതി പറയുന്നു ഇത് പരിഗണിക്കാൻ വേണ്ടിയിരിക്കുകയാണ്, അതുവരെ നിങ്ങൾ ഇതിൻ്റെ പുറത്ത് കേസുകളൊന്നും ചാർജ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലൊരു കേസ് ചാർജ് ചെയ്യപ്പെടുന്നത്. വിട്ടുപോയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിനിടയിൽ സിദ്ധാർത്ഥ് വരദരാജന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടാകുന്നു. അത് കോടതിയിൽ ചെല്ലുന്നു. കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ ലഭിക്കുന്നു. താൽക്കാലികമായി ഇതെല്ലാം തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്ന അതേ 12-ാം തീയതി, കഴിഞ്ഞ 12-ാം തീയതിയാണ് അസം പോലീസിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിലുള്ള പോലീസ് വീണ്ടും ഒരു കേസ് എടുത്തുകൊണ്ട് ഇപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഏതാനും മാധ്യമപ്രവർത്തകർക്കെതിരെ മാത്രമുള്ള ഒരു നടപടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഇന്ത്യൻ ജനതയോടും ജനാധിപത്യത്തോടുമുള്ള വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ഇതിവിടെ അല്ല ഏറ്റവും ആദ്യം വന്നത്. 1818 ഇത് ഏറ്റവും ആദ്യം വന്നത് അമേരിക്കയിലാണ് എന്നുള്ളത് നമ്മൾ അറിയണം. പക്ഷേ അമേരിക്കയും ഓസ്ട്രേലിയയും അതുപോലെ സിംഗപ്പൂരും ഒക്കെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിയമമുണ്ടായിരുന്നു. ആ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഗവൺമെൻറ്റിനെതിരെയുള്ള ഡിസ്പ്ലഷർ അല്ലെങ്കിൽ ആളുകൾക്കുള്ള അത്രത്തെ അനുഭാവമില്ലാത്ത കാര്യങ്ങളെ തടയാൻ വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായ നിയമങ്ങൾ പോയിരിക്കുന്നു. 1948 68 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ സിംഗപ്പൂരിലും ഈ നിയമം ഉണ്ടായിരുന്നു. കൊളോണിയൽ ഭരണം നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള 124A നിർമ്മിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരനോടാണ് ഇത്തരത്തിലൊരു അവൻ്റെ വാക്കുകളോ അവൻ്റെ ചിന്തകളോ അവൻ്റെ എഴുത്തുകളോ ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ടോളറേറ്റ് ചെയ്യും, പക്ഷെ ഒരു ഇന്ത്യക്കാരനോടും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല എന്നാണ് ബ്രിട്ടൻ പറഞ്ഞതെങ്കിൽ അതേ കാര്യം തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ നമ്മളോട് പറയുന്നു. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, പക്ഷേ ഗവൺമെൻറ്റിനും ഭരണത്തിനുമെതിരെയുള്ള ഒരു വാദവും ഞങ്ങൾ അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അതിനെയൊന്നും ഞങ്ങൾ സഹിക്കാൻ തയ്യാറല്ല, സഹിഷ്ണുതയോടുകൂടി കാണാൻ തയ്യാറല്ല എന്നാണ് ഭരണകൂടം നമ്മളോട് പറയുന്നത്. ഇനി നമുക്കിത് ലോകത്തിലുണ്ടായിട്ടുള്ള ഒരു ചരിത്രം കൂടി നോക്കാം. ആ ചരിത്രത്തിൻ്റെ പകുതിയെ പറഞ്ഞുള്ളൂ ഞാൻ. ഏറ്റവും പ്രശസ്തമായത് നടപ്പിലാക്കിയ ഒരു രാജ്യമുണ്ട്, അത് ജർമ്മനിയാണ്. ആ ജർമ്മനിയിൽ നാസി ഭരണകൂടത്തിൻ്റെ കീഴിലാണ്. ആ നാസിയുടെയും ഹിറ്റ്ലറിൻ്റെയും ഭരണകൂടത്തിൻ്റെ കീഴിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കപ്പെട്ടത് എന്ന് നോക്കാം. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് 1918 ഈ നിയമം വന്നത് എന്നാലോചിക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈന്യത്തിനെതിരെയും അതുപോലെ ഞങ്ങൾ പരാജയപ്പെട്ടുവെന്നുള്ള വാദമുയർത്താനിരിക്കാനാണ് ഇത് പറഞ്ഞതെങ്കിൽ ജർമ്മനിയിലും അതുപോലെ തന്നെ നാസി ഭരണകൂടത്തിനുമെതിരെ അവിടെ ഞങ്ങൾ തോറ്റു എന്ന് പറയുന്നതിനുമെതിരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടു. അവർ അതിന് നിരവധി മെഷറുകളാണ് എടുത്തത്. ആ മെഷറുകളാണ് ഞാൻ ഇനി ഒന്നൊന്നായി നിങ്ങളോട് പറയാൻ പോകുന്നത്. ജർമ്മനിയിൽ അത് ആരംഭിക്കുന്നത് വ്രിയാക്രാഫ്റ്റ് സെൻസസിങ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ കീഴിലാണ്. അതേപോലെ തന്നെ ട്രീസൺ ലോസ് എന്ന് പറയുന്ന ഈ പറയുന്ന രാജ്യദ്രോഹ നിയമങ്ങൾ നിരവധി ഉണ്ടാക്കുന്നു. ഈ നിയമങ്ങളുടെ ഭാഗമായി പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നുമില്ല, പക്ഷെ അവിടെ ഡെത്ത് ടു സെൻറ്റൻസ് തന്നെ വിധിക്കുന്നു. അങ്ങനെ വിധിക്കപ്പെട്ട ഒരാളാണ് അലൈസ് ജെയ്ജർ എന്നൊരാൾ. 1943 ഈ ഡിഫീറ്റിസം, അതായത് അവരുടെ സൈന്യത്തിന് പരാജയവാദം ഉന്നയിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം എല്ലാ ഭരണകൂടങ്ങളും ഭയന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പരാജയപ്പെടുന്നു എന്ന് ജനങ്ങളോട് പറയുന്ന ആളുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഡിഫീറ്റിസം അഥവാ പരാജയവാദം തന്നെ ഈ പറയുന്ന ദ വയറും അതുപോലെ കരൺ താപ്പറും വരദരാജനും ഒക്കെ ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിനെ എല്ലാ തരത്തിലുള്ള ഏകാധിപത്യ ഭരണകൂടങ്ങളും ഒക്കെ തന്നെ ഭയക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഇന്ത്യയിലേക്ക് വന്നാൽ ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം,
നമ്മുടെ സാറ്റലൈറ്റ് വലിയ പണം മുടക്കമുള്ള മീഡിയകളെല്ലാം തന്നെ മറ്റു പലരും തന്നെ അത് മേടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കുകളിലൊന്നുള്ളത് അദാനിക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ മറ്റ് അംബാനിക്ക് ഈ പറയുന്ന പോലെ നെറ്റ്വർക്കുകളുണ്ട്. ഇത്തരത്തിൽ ന്യൂസ് 18 എന്ന് പറയുന്ന ഏറ്റവും വലിയ നെറ്റ്വർക്ക് അംബാനിയുടേതാണ്. അപ്പോൾ ഇത്തരത്തിൽ CNN, IBN എന്ന് പറയുന്ന ചാനലൊക്കെ പോലും ഇപ്പോൾ ന്യൂസ് 18 മാറിയിരിക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളെയും മറ്റെല്ലാ തരത്തിലുള്ള പ്രിന്റ് മീഡിയാസിനെയും എല്ലാം തന്നെ കൈപ്പടിയിലേക്ക് ഒതുക്കുമ്പോഴും ഇവർക്ക് കൈപ്പടിയിൽ ഒതുക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ദ വയർ പോലെയുള്ള, ക്വിൻറ്റ് പോലെയുള്ള, മിന്റ് പോലെയുള്ള, കാരവൻ പോലെയുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങൾ ഇവരുടെ മുമ്പിൽ വലിയ ഭീഷണിയായി നിൽക്കുന്നു. കാരണം ഗവൺമെന്റിനെതിരെയുള്ള നിശിത വിമർശനങ്ങൾ ഉയർത്തുന്നു. കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ അറിയേണ്ടത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം പോലും ഉയർത്താത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ധ്രുവ് റാത്തിയും ആകാശ് ബാനർജിയും അതുപോലെ രവീഷ് കുമാറും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ ഇക്കോസിസ്റ്റം ഈ ഗവൺമെന്റിനെ എതിരെ വലിയ പ്രതിപക്ഷമായി ഉന്നയിക്കുന്നു. ആ പ്രതിപക്ഷമായി നിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് മോദി മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ മോദിയും അതുപോലെ മോദി റജീം എന്ന് വിളിക്കുന്ന ഭരണകൂടവും ഒക്കെ തന്നെ ഇത് മനസ്സിലാക്കുമ്പോൾ പിന്നെ അവരെ പിടിക്കാൻ എന്താണ് വഴി എന്ന് അവർ ആലോചിക്കുന്നതിന് മുമ്പേ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ ഗുഡ് ബുക്കിൽ കയറാൻ നിൽക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ള ആളുകൾ ആലോചിക്കുന്നതിൻ്റെയും പ്രവൃത്തിയുടെയും ഫലമായിട്ടാണ് അസാമിൻ്റെ ബോർഡറിൽ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ മീഡിയകളെയൊക്കെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുകയും വരുതിയിലാക്കുകയും ചെയ്യുമ്പോൾ ഇനി ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് ചിന്തിച്ചെടുത്തു നിന്നാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോയുമായി ധ്രുവ് റാത്തി നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ദ വയറും, ക്വിൻറ്റും, കാരവനും, മിൻറ്റും ഒക്കെ ചെയ്യുന്നത് അവരുടെയൊക്കെ സർക്കുലേഷൻ വളരെ കുറവാണെങ്കിലും ആ സർക്കുലേഷൻ അല്ല അവർ ഭയപ്പെടുന്നത്. പകരം ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിൽ പ്രതിപക്ഷ ചിന്തകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഫ്യൂവലായി മാറുന്നത് ഇവരുടെ ആർട്ടിക്കിളുകളും ഇവരുടെ ചിന്തകളുമാണ് എന്നറിയാവുന്നതാണ് പ്രശ്നം. ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞാൽ, ഇപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം, അതിൻ്റെ വരിക്കാരെത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. അവർ നടത്തുന്ന പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അവരുടെ രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ആളുകൾ വളരെ കുറവാണ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, കാരണം അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന അവരുടെ എഴുത്തുകളിലൂടെ, അവരുടെ വാർത്തകളിലൂടെ, അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളുടെ നമ്പർ കൂടുതലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലുമൊക്കെയുള്ള ഒരു ലെഫ്റ്റ് ലിബറൽ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ സൈഡിൽ നിൽക്കുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ഇന്ധനം നിറക്കുന്ന കാര്യം നടത്തുന്നത് ദ വയർ പോലെയുള്ള, ക്വിൻറ്റ് പോലെയുള്ള, മിൻറ്റ് പോലെയുള്ള, കാരവൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാർത്തകളും അവരുടെ അനാലിസിസുകളുമാണ് എന്നുള്ളതാണ് ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ പണം മേടിച്ചപ്പോൾ ഇതങ്ങോട്ട് മുങ്ങിപ്പോകും എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ധ്രുവ് റാത്തിയുടെ വീഡിയോ മുതൽ ദ വയറും, മിൻറ്റും, ക്വിൻറ്റും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ദിവസങ്ങളോളം എടുത്തുകൊണ്ടാണ് മാച്ച് ചെയ്ത് ഇത് ആരാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയത്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്ന് പുറത്തുവിട്ടത്. ഒരു സാറ്റലൈറ്റ് മാധ്യമവും ഒരു മുഖ്യധാരാ മാധ്യമവും അതിലൊരു പങ്ക് വഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതവരെ ഭയപ്പെടുത്തുന്നതും ഈ പറയുന്ന ഫ്യുവലാകാൻ പോകുന്ന ടാങ്കിന് തന്നെ തീ വെച്ച് കളയാം എന്നവർ വിചാരിക്കുന്നതും. പക്ഷേ ഭരണകൂടങ്ങൾക്ക് മനസ്സിലാകാത്തൊരു പ്രത്യേകതരം കാര്യമുണ്ട്. ആ കാര്യം ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു വളരെ ചെറിയ പ്രതിപക്ഷമാകാൻ പോലും ഭൂരിപക്ഷമില്ലാത്ത അന്ന് പ്രതിപക്ഷ നേതാവായി കണക്ക് കൂട്ടി AKG എന്ന് പറയുന്ന ഒരാളോട് കാണിച്ച അനുഭാവം നിങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ അദ്ദേഹം ശങ്കേഴ്സ് വീക്കിലെടുത്ത ശങ്കറിനോട് ഡോൺ സ്പെയർ മീ, നിങ്ങൾ എന്നെ വിമർശിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ അറിയണം. ഒരു ഏകാധിപതിയാകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ജീവിതത്തിൽ വളരെ സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് ആദരവോടുകൂടി ഭരിക്കാൻ കഴിഞ്ഞതും എന്ന് നമ്മൾ അറിയണം. പക്ഷേ ലോകത്ത് നമുക്കറിയാം ഹിറ്റ്ലർ എങ്ങനെയാണ് ഭരിച്ചതെന്ന്. എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കിരാതമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന കാലം എന്ത് മറുപടി കൊടുക്കും എന്നുള്ളതും വലിയ ചോദ്യമാണ്. ആ ചോദ്യം നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ എന്താണ് ഇപ്പോഴും ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു പരിശ്രമം പോലെ നടക്കുന്നുള്ളൂ. 1915 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണെങ്കിലും നിങ്ങൾക്ക് അവിടെ യാത്ര ചെയ്യാം. അസമിൽ ഈ പറയുന്ന പോലെ ക്രൈംബ്രാഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫീസിൽ ചെല്ലാം. അവിടെ നടപടികൾ കഴിഞ്ഞ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോരാം. പക്ഷേ അലോയിസ് ജയ്ജർ എന്ന് പറയുന്ന 1943 മരിച്ചയാളുടെ ഗതി ഇന്നും നമ്മുടെ ഈ പറഞ്ഞ പോലെ കരൺ താപ്പറിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കോ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്
ഇന്ത്യക്ക് തീർച്ചയായും ഇനിയും പ്രത്യാശക്ക് വകയുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, ഈ ഡിഫീറ്റിസത്തിൻ്റെയും അതായത് പരാജയ ഭീതിയുടെയും തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ ദേശവിരുദ്ധതയായും ചിത്രീകരിക്കുന്ന ഭരണകൂടങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ പറയുന്ന പോലെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അവർ തെറ്റിപ്പോയാൽ അവർക്ക് ചെറിയ ചെറിയ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതങ്ങനെ കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കൂ എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയണം. ആ രാജ്യസ്നേഹം ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വൈകിട്ടില്ല എന്നും അതിനുവേണ്ടി നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും തെറ്റുകളെ കണ്ടാൽ എതിർക്കാൻ കഴിയുന്ന മനസ്സുമുള്ളവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.